ഇങ്ങോട്ട് നീ ഇതെവിടെ പോയി കിടക്കുകയായിരുന്നു? എത്ര നേരമായിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാന്നറിയോ? എന്ന് പറഞ്ഞാ ഓരോരുത്തർ കല്യാണം കൂടാൻ വന്നുകൊണ്ടിരിക്കല്ലേ, എനിക്ക് പെട്ടെന്ന് ഊരിപ്പോരാൻ കഴിഞ്ഞില്ല. ആ ശരി ശരി, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നീ ഒരു അഭിപ്രായം പറ. ഇതിൽ അഭിപ്രായം പറയാൻ ഒന്നുമില്ല. ആ പ്രിയങ്കയുടെ കഴുത്തിൽ താലി വീഴും മുമ്പ് എല്ലാ ഡീലുകളും നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം. താലികെട്ട് കഴിഞ്ഞാ പിന്നെ ഇപ്പോഴത്തെ പ്രിയങ്ക ആയിരിക്കില്ല നമ്മൾ കാണുന്നത്. ആ നീ ആ പറഞ്ഞത് കറക്റ്റാ. അവൾ ആദ്യം നമ്മുടെ ഡീല് ക്ലിയർ ചെയ്യട്ടെ, അതിനുശേഷം മതി ഇവിടുത്തെ ഈ കല്യാണം. ഞാൻ അതിപ്പം തന്നെ നേരിട്ട് അവളോട് പറയാൻ പോകും, അല്ലെങ്കിൽ ഈ കല്യാണം നമ്മൾ കുളവാക്കുമെന്ന് പറയും. അയ്യോ, അങ്ങനെ വലിയ വഴക്കൊന്നും ഉണ്ടാക്കണ്ട. നമ്മൾ നന്നായി സൂക്ഷിക്കണം. നമ്മൾ കരുതുന്നതിൽ അപകടകാരി അവള്. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന തന്ത്രം വേണം പയറ്റാൻ. അത് വെറും മുള്ളിന്. പ്രിയങ്ക വർമ്മ വെറും മുള്ളല്ലോ, മുരുക്കല്ലേ. ആരെങ്കിലും തൊട്ടാൽ അടി മുതൽ മുടി വരെ വരഞ്ഞു കീറുന്ന മുള്ളുമുരുക്ക്.
നിങ്ങൾ ഇങ്ങോട്ടാണല്ലോ വന്നത്. ഇനിയിപ്പോ ഈ മുറിയിലെങ്ങാനും കേറിയോ? നശിച്ചവളെ എവിടെ എങ്ങും കാണുന്നില്ലല്ലോ. അതിനിടയ്ക്ക് അവൾ എവിടെ പോയി? ഇനിയിപ്പോ താഴെങ്ങാനും പോയി കാണൂ. എവിടെ പോയാലും ഈ മണ്ഡപത്തിനകത്ത് തന്നെ കാണുമല്ലോ. ഏതായാലും ഇതിനകത്ത് കൂടി ഒന്ന് നോക്കിക്കളയാം. ഹലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, മുകളിലത്തെ ഡ്രസ്സിംഗ് റൂമില്. ഒരു മിനിറ്റ്, ദേ എത്തി. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്റെ താലി കെട്ട് കഴിയുന്നതുവരെ നിങ്ങൾക്ക് എന്താ ക്ഷമിക്കാൻ കഴിയാത്തെ? ഈ പ്രിയങ്ക നിങ്ങളോട് ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റാനും പ്രിയങ്കയ്ക്ക് കഴിയും. പാതിര വെളുക്കുവോളം അമ്പലപ്പറമ്പിലെ തട്ടിലെ ചായം തേച്ച് നടക്കുന്ന നിങ്ങൾക്കത് മനസ്സിലാവില്ല. മനസ്സിലാഞ്ഞിട്ടല്ല, പ്രിയങ്ക ഇപ്പൊ പറഞ്ഞില്ലേ, രാപ്പകലന്യെ അമ്പലപ്പറമ്പിൽ നാടകം കളിക്കുന്നവർ തന്നെയാണ് ഞങ്ങള്. പക്ഷേ അതിന്റെ സംഘാടകര് തട്ടിക്കേറുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ശമ്പളം തന്നിരിക്കും. അതുപോലെ ഇതും ഞങ്ങളുടെ ന്യായമായ ആവശ്യമാണ്. ഈ കല്യാണം കഴിയുന്നതോടെ നമ്മൾ തമ്മിലുള്ള അച്ഛനും അമ്മയും മകളും എന്നുള്ള കരാറ് കഴിയും. അതിനുശേഷവും ഞങ്ങൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. അതാണ് ഇത്രയും നാളും ഈ വേഷം കിട്ടിയതിന്റെ കൂലി ചോദിക്കുന്നത്. അത് മാത്രമല്ല കാര്യം, കല്യാണം വരെ അച്ഛനും അമ്മയായിട്ട് അഭിനയിക്കാമെന്നേ നമ്മൾ തമ്മിൽ എഗ്രിമെന്റ് ഉള്ളൂ. കല്യാണത്തിന് ശേഷവും ഈ നാടകം തുടരണമെങ്കിൽ ഞങ്ങൾ രണ്ടാൾക്കും എഗ്രിമെന്റിൽ പറഞ്ഞ എമൗണ്ട് പോരാതെ വരും. അതെ, മിനിമം ഇപ്പൊ പറഞ്ഞതിന്റെ ഇരട്ടി തരികയാണെങ്കിൽ ഞങ്ങൾ കൂടെ വയ്ക്കുന്ന കാര്യം ആലോചിക്കാം. ശരി, ഇപ്പോഴീ കല്യാണം കഴിഞ്ഞാലും കുറച്ചു ദിവസം കൂടി നിങ്ങളുടെ സേവനം എനിക്ക് ആവശ്യമാണ്. ഒരു ദിവസം രണ്ടാൾക്കും എത്ര രൂപ വേണം? ആലോചിച്ചിട്ട് പെട്ടെന്ന് മറുപടി പറ. മുഹൂർത്തം ആവാറായി. ഇതാണ് എന്റെ അച്ഛൻ പ്രഭാകർ വർമ്മ. നമസ്കാരം. ഇതമ്മ രാജലക്ഷ്മി. തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ എന്റെ മകള് ഭാഗ്യം ചെയ്തതാണെന്ന് പറയാൻ പറ്റൂ.
ഞങ്ങൾക്ക് സമ്മതമാണ്. ഇവര് പ്രിയങ്കയുടെ യഥാർത്ഥ അച്ഛനമ്മ ആയിരുന്നില്ല, അഭിനയിച്ച് പറ്റിക്കായിരുന്നു മാഡത്തെ. ദേവി, എന്തൊക്കെയായി കേൾക്കുന്ന വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. നാടകത്തിന് ഞങ്ങൾക്ക് ഒരു സ്റ്റേജ് കിട്ടുന്നത് 2500 രൂപയാണ്. ഇത് ജീവിതമല്ലേ, 10 ഇരട്ടി തരണം. 25,000 രൂപ. എന്താ അത് പറ്റുമോ തരാൻ? അത് രണ്ടാമത്തെ കാര്യമല്ലേ. ഇത്രയും നാളും അഭിനയിച്ചതിന്റെ കാശെവിടെ? ആദ്യം അതിന് വേണം സമാധാനം ഉണ്ടാക്കാൻ. രാജലക്ഷ്മി, പറഞ്ഞ പൈസ ഞാൻ തരും. പക്ഷേ അതെന്റെ കഴുത്തിൽ ആനന്ദ് താലി കിട്ടിയതിന് ശേഷം. അതിനു മുൻപ് എന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങാന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് അമ്പലപ്പറമ്പിലെ നാടകം കളിയല്ലെന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. പ്രിയങ്കേ, ഞങ്ങള് നിന്നോടൊപ്പം നിന്ന് അഭിനയിച്ച് പറ്റിച്ചത് അഖിലാണ്ടേശ്വരിയാ. എത്ര റിസ്ക് എടുത്തെന്ന് നിനക്കറിയാവല്ലോ. ഒരു പക്ഷേ അഖിലാണ്ടേശ്വരി ഇത് തിരിച്ചറിഞ്ഞാൽ അന്ന് ഞങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടും അവര്. എന്നിട്ട് ഇപ്പൊ കാശ് തരാൻ മടിയാണെന്ന് പറഞ്ഞാൽ ജീവൻ പണയം വെച്ച ഞങ്ങളിത് ചെയ്തത്. അഖിലാണ്ടേശ്വരിയുടെ മുന്നിൽ അഭിനയിക്കുന്ന ഓരോ നിമിഷവും തലയ്ക്ക് മുകളിൽ മൂർച്ചയുള്ള വാൾ തൂങ്ങിയാടുന്ന അവസ്ഥയിലായിരുന്നു. എന്നിട്ട് ഞങ്ങള് മതി, നിർത്ത. അഖിലാണ്ടേശ്വരി, 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 അഖിലാണ്ടേശ്വരി എന്ന് കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്താ മുട്ട് വരയ്ക്കുന്നേ? അഖിലാണ്ടേശ്വരിക്ക് എന്താ കൊമ്പുണ്ടോ? അതോ നോക്കി ഭസ്മമാക്കാൻ നെറ്റിൽ വല്ല തൃക്കണ്ണും? എന്നാ മനസ്സിലാക്കിക്കോ, എന്ത് കൊമ്പും തുമ്പിക്കൈയും ഉണ്ടെങ്കിലും തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയെ വാഴയിലയിൽ വെള്ള പൊതിപ്പിച്ച് കിടത്താനാ ഈ പ്രിയങ്ക വർമ്മ തൃച്ചംബരത്തെ മൂത്ത മരുമകളായി വലതുകാലം വയ്ക്കാൻ പോകുന്നത്. അവരുടെ സർവനാശത്തിന്. നിങ്ങൾക്കറിയില്ല ഈ പ്രിയങ്കയുടെ പൂർവ്വകഥയും ചരിത്രവും. എന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ സകല സന്തോഷത്തോടെയും ജീവിക്കാനാ കല്യാണം കഴിക്കുന്നത്. പക്ഷെ ഞാൻ താലി കെട്ടാൻ തല കുനിക്കുന്നത് ആ അഖിലാണ്ടേശ്വരിയുടെ കണ്ണിൽ നിന്നും രക്തം പൊടിയുന്നത് കാണാനാ. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അവിടുത്തെ വീട്. വിശാലമായ മുറ്റത്ത് വലുതും ചെറുതുമായ തൂണുകളില്ല അത് ഉറപ്പിച്ചിരിക്കുന്നത്. അവ ഒന്നൊന്നായി പൊളിച്ചടുക്കും ഈ പ്രിയങ്ക വർമ്മ. ഒപ്പം അഖിലാണ്ടേശ്വരിയുടെ ശവദാഹവും. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അവിടുത്തെ വീട്. വിശാലമായ മുറ്റത്ത് വലുതും ചെറുതുമായ തൂണുകളില്ല അത് ഉറപ്പിച്ചിരിക്കുന്നത്. അവ ഒന്നൊന്നായി പൊളിച്ചടുക്കും ഈ പ്രിയങ്ക വർമ്മ. ഒപ്പം അഖിലാണ്ടേശ്വരിയുടെ ശവദാഹവും. അതുമാത്രമാണ് എന്റെ ലക്ഷ്യം. അതുമാത്രം. ആ ലക്ഷ്യം നടക്കില്ലെങ്കിലോ? നീ ഇവിടെ? നീ നാട്ടിലേക്ക് പോയതല്ലേ, പിന്നെ ഇങ്ങനെ ഇവിടെ വന്നു? നീയും വലിയ കുഞ്ഞുമായിട്ടുള്ള കല്യാണം കണ്ണിറെ കണ്ടിട്ട് പോകാനാ ആരും അറിയാതെ ജീവൻ പണയം വെച്ച് ഞാൻ ഈ ഓഡിറ്റോറിയത്തിൽ വന്നത്. എനിക്കങ്ങനെ വരാൻ തോന്നിയതും ഇപ്പൊ ഈ റൂമിൽ വന്ന് ഒളിച്ചതും എന്റെ കൂടെയുള്ള ദേവി എനിക്ക് തന്ന അനുഗ്രഹ. നീ ആരാണെന്നും നിന്റെ ഉദ്ദേശം എന്താണെന്നും ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതിപ്പൊ തന്നെ ഞാൻ മാഡത്തിനോട് പറഞ്ഞ് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പോവാ. എവിടെയാണ് നീ പോകുന്നേ? നാടെല്ലാം പെൺസിംഹം എന്ന് വിളിക്കുന്ന തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിക്കെതിരെ ഇറങ്ങി തിരിച്ചവളാടി.
ഈ പ്രിയങ്ക വർമ്മ. അങ്ങനെയുള്ള എനിക്ക് നീ വെറും ഒരു മൺകട്ടയാ. അമർത്തി പിടിച്ചാൽ പൊടിഞ്ഞു പോകുന്ന മണൽ തരി. ഏതായാലും ഞങ്ങളെ പറ്റിയുള്ള രഹസ്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നിന്നെ അങ്ങനെ അങ്ങ് പോകാൻ അനുവദിക്കില്ല ഞാൻ. പിടിച്ച കെട്ടിവിട കൈയും കാലും. ഇങ്ങോട്ട് വരാ. അത്രക്കായോ നീ? വേണ്ട പ്രിയങ്ക, നീ വലിയ കുഞ്ഞ് കെട്ടാൻ പോകുന്ന പെണ്ണാന്ന് വിചാരിച്ച നീ കാണിച്ചു കൂട്ടിയതെല്ലാം ഞാൻ സഹിച്ചത്. ഇനി എന്റെ നേർക്ക് നിന്റെ കൈ പൊങ്ങിയ നീ എന്ത് ചെയ്യോടി? എന്റെ നിഴൽ കണ്ടാൽ പേടിച്ച് മാറി നിൽക്കുന്ന അടുക്കളക്കാരി എച്ചൽ നായ എന്റെ മുന്നിൽ കുരയ്ക്കുന്നോ? നിന്നെ ഞാൻ പറഞ്ഞില്ലേ നിന്റെ ഈ നശിച്ച കൈ എന്റെ ദേഹത്ത് വീഴരുതെന്ന്. അഖില മാഡത്തിനും കുടുംബത്തിനും ആര് ദ്രോഹം ചെയ്യാൻ നോക്കിയാലും അത് കണ്ട് ചുമ്മാ നിക്കില്ല ഈ കല്യാണി.